ഹലോ ഐസേ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി റാഗി വാൾനട്ട് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കിട്ടു ടേസ്റ്റാണ്, കഴിച്ചുകൊണ്ടേ ഇരിക്കും. റാഗിയാണെന്ന് പോലും മനസ്സിലാവില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 100 ഗ്രാം ചോക്ലേറ്റും 100 ഗ്രാം ബട്ടറും എടുത്ത് ഞാൻ മൈക്രോവേവ് ചെയ്യാണ്. മൈക്രോവേവ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്യാം. എന്നിട്ടൊരു ബൗളിൽ 1 കപ്പ് ബ്രൗൺ ഷുഗർ, 2 മുട്ട, പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിക്കുക. പിന്നെ 1/2 കപ്പ് റാഗി മാവ്, പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ എന്നിവ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും ചോക്ലേറ്റും കൂടെ ചേർക്കുക. ഈ സമയം കൊണ്ട് ഓവൻ 180C പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു സ്ക്വയർ 7 ഇഞ്ച് കേക്ക് പാൻ ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് ലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ബ്രൗണി ആയതുകൊണ്ട് ഫുള്ളി ലൈൻ ചെയ്യണേ, അടി മാത്രമല്ല സൈഡിലും. ഇപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ റെഡിയായി, കണ്ടോ? നല്ല കാണാൻ തന്നെ നല്ല യമ്മി ഫ്ലഫി അല്ലേ? അപ്പോൾ നമുക്ക് ഈ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക് പകർത്താം. ഈ പാനിലേക്ക് നമ്മൾ ബാറ്റർ പകർത്തിയ ശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക, എന്തെങ്കിലും എയർ ബബിൾ ഉണ്ടെങ്കിൽ റിലീസ് ആവാൻ. എന്നിട്ട് നമ്മളിതിൻ്റെ മേലെ ചോപ്പ് ചെയ്ത വാൾനട്ട് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ പാനിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലിൽ സ്പ്രിങ്കിൾ ചെയ്യാം, വാൾനട്ട് സ്പ്രിങ്കിൾ ചെയ്യാം. ഇനിയിപ്പോൾ വാൾനട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചോക്ലേറ്റ് തന്നെ സ്പ്രിങ്കിൾ ചെയ്യാം, അല്ലെങ്കിൽ കാഷ്യോ സ്പ്രിങ്കിൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ മിഡിൽ റാക്കി വെച്ചിട്ട് 35 മിനിറ്റ്സ് അഥവാ നിങ്ങളുടെ ഓവണിൻ്റെ ഹീറ്റ് അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 35 മിനിറ്റ്സ് ബേക്ക് ചെയ്ത ശേഷം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇതാ നമ്മുടെ ബ്രൗണി അടിപൊളിയായിട്ട് റെഡിയായി. ഇനി ഇതൊന്ന് കൂളായിക്കോട്ടെ, ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ബ്രൗണി കൂളായി, കണ്ടോ? എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ്, യമ്മി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാണുമ്പോൾ ആരെല്ലാം പറയുമോ റാഗി കൊണ്ടാന്ന്, കഴിക്കുമ്പോഴും പറയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നോർമൽ ബ്രൗണിയേക്കാളും കിട്ടു ടേസ്റ്റാണ്, ഫഡ്ജിയാണ്, ചൂയിയാണ്. അപ്പോൾ നമ്മളിത് മുറിക്കാം. ഞാൻ എന്താ മുറിച്ച് കാണിക്കാം. ഇപ്പോൾ ആക്ച്വലി എൻ്റെ ബ്രൗണി കുറച്ച് ചൂടുണ്ട് കേട്ടോ, ഫുള്ളി നാറിയിട്ടില്ല. ഞാൻ പിള്ളേർക്ക് ക്ഷമിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ മുറിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ബ്രൗണിയൊക്കെ ഞാൻ മുറിച്ച് കഴിഞ്ഞു. ഞാൻ ഓർത്തതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊന്ന് ഡ്രിസിൽ ചെയ്തേക്കാമെന്ന്. അത് ടോട്ടലി ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പിള്ളേർക്ക് കൂടെ കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്താണ്. ഞാനിവിടെ സെമി സ്വീറ്റ് ചോക്ലേറ്റാണ് മെൽറ്റ് ചെയ്തത്. അപ്പോൾ അതാ ഞാനിതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രൗണിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഫഡ്ജി ആൻഡ് യമ്മിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരണേ, ഫീഡ്ബാക്കും ഞാൻ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യാം. കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം, നല്ല ചൂയി ഫഡ്ജി യമ്മി. ഒപ്പം നമുക്ക് വാൾനട്ടിൻ്റെ ഒരു ക്രഞ്ചും കൂടെ കിട്ടും. അപ്പോൾ വീണ്ടും ഇതുപോലെ അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.